എന്നാലും നിന്നെ ഈ രൂപത്തിൽ കാണേണ്ടി വന്നല്ലോടാ എനിക്ക്. സാരമില്ലച്ചോ, അച്ഛൻ തന്നെ പലപ്പോഴും പറയാറുള്ളത് പോലെ വാളെടുത്തവനെ കാത്തിരിക്കുന്നത് വാളല്ലാണ്ട് വരികയല്ലോ. അതുപോട്ടെ, അച്ഛൻ ഈ അസുഖങ്ങളെല്ലാം കൂടെ വെച്ചോണ്ട് ഇത്രയും ദൂരം യാത്രയും ചെയ്ത്. മറ്റേ മോനെ, നീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. ഇട ആരേലും വിട്ടൊന്ന് ഫോൺ ചെയ്ത് അറിയിക്കാമായിരുന്നില്ലേ? 19 ദിവസം ആശുപത്രി കിടന്നെന്നും തിരിച്ചു കിട്ടുകയില്ലാന്ന് വിചാരിച്ച അത്രയും സീരിയസ് ആയിരുന്നെന്നും ഒക്കെ നാട്ടുകാര് പറഞ്ഞിട്ട് വേണോടാ ഞാൻ അറിയാൻ. അച്ഛനെ അറിയിച്ച അത് കളരിമുറ്റത്തറിയും. പിന്നെ നെഞ്ചത്തടി നിലവിളിയൊക്കെ ആയിട്ട് ആ പെങ്കൊച്ചുങ്ങളെല്ലാം കൂടെ അത് അറിയിക്കണ്ടെന്ന് പറഞ്ഞു. എടാ കുരുത്തം കെട്ടവനെ, ഒരു മനുഷ്യനാകുമ്പോ ഇതുപോലൊക്കെ പറ്റുകയും ആശുപത്രി കിടന്നിരിക്കുകയും ചെയ്യും. ആ സമയത്ത് നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒക്കെ അമ്മയും പെങ്ങന്മാരൊക്കെ തന്നെയാ, അല്ലാതെ പോലീസുകാരല്ല. അച്ഛൻ എപ്പം പോകുന്നു കുറച്ച് സ്ഥാനത്തുനിന്ന്? എന്റെ എടാ ഇന്നലെ രാത്രിയിലാണ് ഞാൻ വിവരം അറിയുന്നത് തന്നെ. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടായോ? വെളുപ്പിനത്തെ കോട്ടയം ഫാസ്റ്റിന് പുറപ്പെട്ടതാ. 5 6 ബസ് മാറി കേറി ഇറങ്ങി ഇവിടം വരെ എത്തിയത്. എന്റെ കർത്താവേ, എന്നാ ക്ഷീണവാ. എന്നാ അച്ഛനൊരു കാര്യം ചെയ്യും, കുളിച്ചേച്ച് എന്തേലും കഴിച്ചിട്ട് കയറി കിടക്ക്. കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം. ശരി. മതി. ഒരെണ്ണം കൂടി. ഹോട്ടൽ ഭക്ഷണം പോലെ അല്ല, ഒരെണ്ണം കൂടുതൽ കഴിച്ചാലും ദഹനക്കേടൊന്നും ഉണ്ടാവില്ല. ദഹനക്കേട് ഉണ്ടായാൽ തന്നെ എന്നാ പിള്ളേച്ച? കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് ഇവൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? ഇവനൊന്ന് നേരെയാവട്ടെ, എന്നിട്ട് നമുക്ക് ഇവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കാം. എന്നാലെങ്കിലും ഇവനൊന്ന് നന്നാവുമല്ലോ. ഞാൻ നന്നാവണമെങ്കിൽ പാലത്തിങ്കൽ അച്ഛനല്ല, മിഷിക തമ്പുരാൻ വിചാരിച്ചിട്ടും കാര്യമില്ല. അതിന് ഞാൻ തന്നെ വിചാരിക്കണം. അങ്ങനെ സ്വയം നന്നാവാൻ തോന്നുന്നൊരു കാലം വരികയാണെങ്കിൽ ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോളാം പെണ്ണ് അന്വേഷിക്കാൻ. പട്ടിയുടെ വാല് താനെ നിവരുന്നതും നോക്കി ഞാൻ അവിടെ ഇരിക്കാം. പള്ളിമേടയിലല്ല, പള്ളി ചിമ്മിത്തേരിയില്ല. അന്ന് നിനക്ക് തോന്നുകൂടാ ഞാൻ ഈ കിടന്ന് കാറിയതൊക്കെ എന്നാത്തിനാണ്? നന്നാകാനുള്ളതല്ല പിള്ളേച്ച. ഇവൻ നന്നാകുന്നതും കോഴിക്ക് മുല വരുന്നതും ഒക്കെ ഏതാണ്ട് ഒരു കാലത്തായിരിക്കും. ഞാൻ ഇറങ്ങുക. എനിക്ക് അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ. ഇപ്പൊ തന്നെ പോണോ? നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരം പോവാച്ചോ? അത് പോരടാ, അവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്കറിയാഞ്ഞിട്ടാ. ഒരു ദിവസം മാറി നിന്നാൽ തന്നെ എല്ലാം കുത്തഴിഞ്ഞു പോകും. രണ്ടാമതൊന്ന് കൂട്ടിക്കെട്ടുക എന്ന് വെച്ചാ വലിയ മെനക്കേടാ. എന്നാ പിന്നെ പിള്ളയെ ജീപ്പിൽ കൊണ്ട് വിടും ബസ് സ്റ്റാൻഡ് വരെ. പിള്ളേ നീ എന്നോട് പറ, ഏത് ചെകുത്താന്റെ മക്കളായത് ചെയ്ത്? സത്യമായിട്ടും നിനക്കറിയാൻ മേലേ? എനിക്കറിയാച്ചോ, എന്റെ കഴുത്തിന് നേരെ വന്ന ആ വടിവാളിന് പിന്നിലെ മുഖം, ആ രൗദ്രഭാവം ഇന്നും എന്റെ കൺമുന്നിലുണ്ട്. പക്ഷെ അത് കാണാൻ എന്റെ കണ്ണുകൾ എനിക്ക് തുറന്നു പിടിക്കണ്ട. അതടഞ്ഞിരിക്കട്ടെ. കർത്താവിന്റെ കുഞ്ഞിന് നല്ലത് വരുത്തട്ടെ. കൊള്ളുകേലാത്തവനാ, ആരോടും കരുണയില്ലാത്തവൻ, ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പാവനെ. പക്ഷെ എനിക്ക് അവനെ അങ്ങ് തള്ളിപ്പറയാൻ പറ്റുകയില്ല. അവനെന്റെ കുഞ്ഞാ പിള്ളേച്ച. ആളുകളെ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടാ. കാരണം സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. ഒക്കെ നേരെയാവോ? ഇപ്പൊ പഴയ പോലൊന്നുമല്ല. വല്ലപ്പോഴൊക്കെ ചിരിക്കാറുണ്ട്. 1-2 തവണ കണ്ണു നിറഞ്ഞത് ഞാൻ കണ്ടു. ഒരു മനുഷ്യൻ നന്നാകാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണെന്നാ എനിക്ക് തോന്നിയത്. നന്നാവുമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിള്ളേച്ച. എനിക്കൊരു ഉപകാരം കൂടെ ചെയ്യണം. എന്താ? ഈ സ്ഥലത്തിന്റെ അടുത്തെങ്ങാണ്ട അഡ്രസ് KM മുഹമ്മദ്, പാലക്കണ്ടി വീട്, ബദിയെടുക്കാം. ഞാൻ കേട്ടിട്ടില്ല ചോ. പിള്ളേച്ചനെ ചിലപ്പോ ആളെ അറിയില്ലായിരിക്കും. കുറെ ആയിട്ട്
ഒരു വശം നടന്ന് കിടപ്പ. നമുക്ക് അന്വേഷിക്കാം. അച്ഛനെന്താ ഈ പാലക്കണ്ടിയായിട്ട്? ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. ഇയാളുടെ ഒരു മോളുണ്ട്, 6 വയസ്സുകാരി ആമിന. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഹാർട്ടിന്റെ വാൽവിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാ ആ കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയത്. ഇത്രയിടം വരെ വന്നിട്ട് ഞാൻ ആ കൊച്ചിനെ ഒന്ന് കണ്ടില്ലെങ്കിൽ. ഇവിടെ ഏതോ ഒരു സ്കൂളിലെ 1ാം ക്ലാസ് സ്റ്റുഡന്റാ, മിടുക്കി കുട്ടിയാ. ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും പെറ്റായിരുന്നു. എന്നാ പിന്നെ എളുപ്പം ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, അവിടെ തിരക്കാം. അച്ഛനോട് നിൽക്ക്, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ആ അവനെ കുട്ടി. അങ്ങ് കോട്ടയം ജില്ലയിലെ കുറിച്ചിത്താനം എന്ന ഗ്രാമത്തിലെ ഒരു ഇടവക വികാരിയായി എനിക്ക് ഇങ്ങ് വടക്കേറ്റത്ത് കിടക്കുന്ന കാസർകോട്ടെ ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി എന്തേലും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് ദൈവഹിതമെന്നല്ലാതെ എന്താ പറയുക? ആമിനയുടെ ഉമ്മ വന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് അവർക്ക് തോന്നിയ ആ ഒരു സമയത്താ ഈ ട്രസ്റ്റിന്റെ സഹായം അവർക്ക് കിട്ടുന്നത്. ഇന്ന് 5 നേരം പടച്ചോന്റെ മുന്നിൽ അവർ മുട്ടുകുത്തുന്നത് അവർക്ക് വേണ്ടിയല്ല, ഫാദറിന്റെ കൂടെയുള്ള ആ നല്ല മനുഷ്യർക്കും വേണ്ടിയാ. ഞാൻ അതിന്റെ ട്രസ്റ്റി മാത്രമാ. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു സംഖ്യ ഒരു അന്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരാ ഈ ട്രസ്റ്റിനെയും അതുവഴി ആമിന മോളെ പോലുള്ളവരുടെ ജീവിതവും നിലനിർത്തുന്നു. നന്ദി പറയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആ സന്മനസ്സുകളോടാണ്. പ്രാർത്ഥനയുണ്ട് ഫാദർ. ഞങ്ങളുടെ ആമിന മോളെ കാണുമ്പോഴൊക്കെ ഞങ്ങൾ ആ നന്മ ഓർക്കും, ആ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് വേണം. അവനവന്റെ പ്രാർത്ഥനയല്ല, തനിക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ദൈവത്തിൽ എത്തുന്നത്. ഞാന് മോളോട് പറഞ്ഞില്ല, ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ആമിന മോളെ കാണാൻ മാത്രമല്ല, എന്റെ കൈകളിലൂടെ വളർന്ന് ഒടുവിലൊരു പ്രായമെത്തിയപ്പോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ഒരു കുഞ്ഞുണ്ട്. അവനെ ഞാനിന്ന് കണ്ടു. മരണത്തിന്റെ വാതിക്കലോളം കൊണ്ടുപോയിട്ട് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു. അതിന് കാരണം അവന്റെ പ്രാർത്ഥനയോ ആഗ്രഹവുമല്ല, മോള് പറഞ്ഞ ആ ഉമ്മയുടെ 5 നേരത്തെ പ്രാർത്ഥനയാണ്. അവൻ പോലും അറിയാതെ അവൻ ചെയ്തൊരു പുണ്യം തിരിച്ചു നൽകിയത് 2 ജീവിതങ്ങളെയാണ്. ഒന്ന് ഈ കുഞ്ഞുമോളുടെ, മറ്റൊന്ന് അവന്റെ തന്നെ. മോൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, അവന്റെ പേര് സോളമൻ എന്നാണ്. ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നാട്ടുകാർക്കെല്ലാം അവൻ തെമ്മാടിയാ, മനസാക്ഷിയില്ലാത്തവനാ. പക്ഷെ മറ്റാരും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നന്മയുടെ ഒരു കുഞ്ഞു വെളിച്ചം അവൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതല്ലേ അണഞ്ഞു പോകാൻ തുടങ്ങി കുരുന്ന ജീവനെ കൈപിടിച്ചുയർത്തിയത്. അതുകൊണ്ട് അവനവന്റെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷെ ജീവിതം അതിനിയും തിരിച്ചു കിട്ടിയിട്ടില്ല. അവൻ ഇനിയും ഒരു മനുഷ്യനായിട്ടില്ല. ഈ ആമിന മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മോളും ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞിന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ, അവനൊരു മനുഷ്യനായി കാണാൻ. കേട്ടപ്പോ സത്യമായിക്കത്തില്ലെന്നാണ് മോനെ വിചാരിച്ചത്. 1.5 മാസത്തിലധികമായി മല കയറിട്ട് അങ്ങ് മറയൂർ കാട്ടില്. എന്നാ പറ്റടാ? ഞാൻ പറയാം. നല്ല കൈതച്ചക്ക വാറ്റിയതാ,
മറയൂരുണ്ടായിരുന്നപ്പോ അവിടുത്തെ പിള്ളേരുടെ വക സ്പെഷ്യലാ. എനിക്ക് വേണ്ട വാച്ച. വേണ്ടേ? അതിനെ പറ്റി എന്റെ സാറേ, ഇതിങ്ങനെ ആപ്പിയൊപ്പ സാധനമൊന്നുമല്ല. ഒന്ന് രുചിച്ചു നോക്കിട്ട് പറ. വേണ്ട വാച്ച, മദ്യം ഇനി വേണ്ട. എന്നാ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും എന്റെ കൊച്ചെ, ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് നിനക്ക് എന്നോട് വിളിച്ചു പറയായിരുന്നല്ലോ. മറയൂർ കാട്ടിലല്ല എവറസ്റ്റിന്റെ നെറുകയിലാണേലും പറന്നെത്തുമായിരുന്നു വാവച്ചൻ. ആ, നിന്നെ തൊടാൻ മാത്രം ചങ്കറപ്പുള്ള ഏത് മോനാണ് ഈ മലബാറിനുള്ളത്? എന്നിട്ട് അതും കണ്ടോണ്ട് എന്തിനാണ് ആ വാവച്ചൻ ഈ മീശയും വെച്ച് ആണാന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇപ്പൊ ഒരു വാക്ക് പറ, ഞാൻ കാണിച്ചുതരാം ഈ വാവച്ചൻ ആരാണെന്നും വാവച്ചൻ ഇവിടെ എന്നാ ചെയ്യാൻ പറ്റുമെന്നും. വേണ്ട വാച്ച, ഇനി ഒരു ചോരയ്ക്ക് ചോരാന്നും പറഞ്ഞിറങ്ങിയ ഒരു വാളിന്റെ മുനയിലോ ഒരു കടാരപ്പിടിയിലോ അത് അവസാനിക്കത്തില്ല. അവിടുന്ന് തുടങ്ങത്തേ ഉള്ളൂ. എനിക്ക് വയ്യ വാവച്ച, എനിക്ക് വയ്യ. നിനക്ക് എന്നാ പറ്റടാ? പേടിയാണോ? തോറ്റുപോകുന്നുള്ള പേടി? അല്ല വാവച്ച, ജയിച്ചു കളയുമെന്നുള്ള പേടിയാ. ഒരു വട്ടം ജയിക്കാൻ, ഒന്ന് തലയുയർത്തി നിൽക്കാൻ എത്ര പേരെ തോപ്പിക്കണം, എത്ര തലകൾ അരിഞ്ഞ് താഴെയിടണം. മതി, ഇനി വയ്യ. വാവച്ചനൊരു കാര്യം ചെയ്, കഴിക്കാവുന്നത് കഴിച്ചോ, എന്നിട്ട് പോ. ഞാനൊന്ന് കിടക്കട്ടെ. നീ കിടന്നോ, ഞാൻ ഇറങ്ങുക. വിളിച്ചാ മതി, വാവച്ചാന്നൊരു വിളി. ഞാനിവിടെ ഉണ്ടാവും ഏതു നേരത്തും. വേണ്ട, ഞാൻ ഇരിക്കുന്നില്ല. ഞാൻ വന്നത് എനിക്ക് ക്ഷമ പറയണമെന്ന് തോന്നി. അതുകൊണ്ട്. ക്ഷമ? താൻ പരിഹസിക്കുകയാണോ? അല്ല, അന്ന് രാത്രി അന്നവിടെ വന്നതുകൊണ്ട്, അതുകൊണ്ടല്ലേ അയാളുമായിട്ടൊരു ശത്രുത ഉണ്ടായതും ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നതും ഞാൻ കാരണം. അല്ല, ആരും കാരണക്കാരല്ല. ഇതെനിക്ക് വിധിക്കപ്പെട്ട ശിക്ഷ. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് പോയിന്നവന് ഇത് വിളവെടുപ്പിന്റെ കാലം. ഒന്നെണീറ്റ് നടക്കാനായിരുന്നേ ഞാൻ അങ്ങ് വന്നേനെ. ക്ഷമ പറയാൻ, മാപ്പ് ചോദിക്കാൻ. ക്ഷമിക്കാനോ മാപ്പ് തരാനോ ഞാൻ ആരുമല്ല. ഞാൻ ആരെയും ശപിച്ചിട്ടുമില്ല. പക്ഷേ നന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഇത്രയേറെ വേദനിപ്പിച്ചിട്ടും സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നൊരമ്മ പോലും ഞാൻ കാരണം നഷ്ടപ്പെട്ടിട്ടും. ഒന്നും മനഃപൂർവ്വം അല്ലാന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. വേണ്ട, സത്യം പറഞ്ഞ വല്ലാത്തൊരാശ്വാസം. എന്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ കഴിയുക, അതൊന്നും തെറ്റുകളല്ല എന്ന് വിചാരിക്കാൻ കഴിയുക. ഈ വലിയ മനസ്സിന് തന്നോട് ഞാൻ നന്ദി പറയണം. ഈ ജീവിതത്തിന്റെ അവസാനത്തെ വഴിത്തിരിവിലാണ് ഞാനെന്ന്. ഒരു ചാരുകസേര ഊന്നുവടി മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. അല്ല, എനിക്ക് എണീക്കണം, നടക്കണം. ഒരിക്കൽ കൂടി എന്റെ ജീവിതം തിരിച്ചു വേണം.
തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് തിരിച്ചു വന്നൊരു പുതിയ സോളമൻ ഇനി ഉണ്ടാവണം. കനലിനു കാവലായി കാറ്റിൽ മിന്നിമായും ശലഭമേ കാവലായി കനലിനു കാവലായി കാറ്റിൽ മിന്നിമായും ശലഭമേ പാട്ടുനീട്ടും സാന്ത്വനം മായും നൊമ്പരം പാട്ടുനീട്ടും സാന്ത്വനം മായും നൊമ്പരം കാവലായി കനലിനു കാവലായി കാറ്റിൽ മിന്നിമായും ശലഭമേ. പിന്നെയും പൂക്കും സന്ധ്യകൾ പിന്നിലാവിറ്റും മാത്രകൾ മൗനങ്ങൾ പെയ്യും മഴനിഴൽ പാടുകൾ മറ്റാരും അറിയാ മൊഴിയുടെ വാക്കുകൾ പകലുകൾ പാച്ചിറകുമായി വെറുതെ മിഴികളിൽ പകലുകൾ പാച്ചിറകുമായി വെറുതെ മിഴികളിൽ ഒരു ചെറുചിരിയുടെ എരിമലരിതളുകളോ കാവലായി കനലിനു കാവലായി കാറ്റിൽ മിന്നിമായും ശലഭമേ. ഞങ്ങളുടെ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്യാതിരിക്കാനാവില്ല. കാരണം ഈ ബാങ്കിന്റെ ഫൗണ്ടർ ഡയറക്ടർമാരിൽ ഒരാളാണ് മരിച്ചുപോയ ഈ അബ്ദുൾ റഹ്മാൻ എന്ന വാപ്പുട്ടി. പക്ഷേ ഈ 31 മുമ്പ് തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല. ഈ 31 എന്ന് പറഞ്ഞാൽ ഇനി വെറും 3 ദിവസം. ആ പെൺകുട്ടിയുടെ അവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ആസ് എ പോലീസ് ഓഫീസർ എന്റെ ഒരു പേഴ്സണൽ ഗ്യാരണ്ടിയുടെ പുറത്ത് ആ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാവുമെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അവസ്ഥയിൽ നടക്കില്ല സർ. ഓക്കെ, 3 ദിവസം. ഓക്കെ, താങ്ക് യു. ഞാൻ നോക്കട്ടെ. 2 ദിവസം, ഇന്നും നാളെ. അത് കഴിഞ്ഞ് അവർ വരും, കോടതി ഉത്തരവും സീലും ഒക്കെ ആയിട്ട്. ഒപ്പം ആരും ഇല്ലാത്തൊരു പെൺകുട്ടി നടു റോട്ടിലിറങ്ങുമ്പോൾ നിസ്സായാവസ്ഥ കണ്ട് ആനന്ദിക്കാൻ കുറെ ആളുകളും. എന്ത് ചെയ്യണമെന്ന് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ താൻ? ആലോചിക്കാൻ ഏറെയൊന്നും ഇനി ബാക്കിയില്ല. എല്ലാ വഴികളും ചെന്ന് മുട്ടുന്ന ഒരു അവസാനത്തെ വഴിയുണ്ട്. അതിലേക്ക് എത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കും. നിവർത്തിയില്ലെങ്കിൽ പിന്നെ കുളിച്ചോട്ടമോ ഭീരുത്വമോ എന്ത് വേണമെങ്കിലും പറയാം. താൻ പറഞ്ഞ വഴിയുണ്ടല്ലോ, അത് അവസാനത്തെ വഴിയല്ല. സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാതെ മുഖം തിരിക്കുന്നവരുടെ ആദ്യത്തെ വഴിയാണ്. അത് തനിക്ക് വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. വീട്ടിൽ നിന്നിറങ്ങിയ നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് മറ്റൊരു വീടുണ്ട്. സന്തോഷത്തോടെ തന്നെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന വീട്. ഈ ലോകത്ത് മറ്റെവിടെ താമസിക്കുന്നതിനേക്കാളും സുരക്ഷിതയായിരിക്കും താൻ അവിടെ. അങ്ങോട്ട് മാറിക്കൂടെ? ഈ ഒരു സമുദായത്തിനകത്ത് അതിന്റെ ചട്ടക്കൂട്ടിനകത്ത് വളർന്ന എന്നെ പോലൊരു പെണ്ണ് അതിനെ വെല്ലുവിളിക്കുക
എന്നിട്ടൊരു അന്യ പുരുഷന്റെ കൂടെ തനിച്ച് ജീവിക്കാൻ തീരുമാനിക്കാം? ഇല്ല, അത്രയ്ക്ക് ധൈര്യം എനിക്കില്ല. ഒരു പക്ഷേ ഞാനവിടെ തനിച്ചല്ലെങ്കിലോ ഒരച്ഛനും അമ്മയും തന്നേക്കാൾ പ്രായം കുറഞ്ഞ 3 അനിയത്തിമാരും കൂടെ വീട്ടിലുണ്ടെങ്കിലോ? നാളെ മുതൽ അവരവിടെ ഉണ്ട്. വെറൊരു വീട്ടിലേക്കല്ല, ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ തന്നെ ക്ഷണിക്കുന്നത്. വന്നോടെ.